ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ കാലത്ത് സൈക്ലിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ പുതിയ സൈക്കിൾ വാങ്ങാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ഏത് സൈക്കിൾ വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും എല്ലാവർക്കും. ഇപ്പോൾ ഞാൻ സൈക്കിൾ വാങ്ങുമ്പോഴും ഇത് തന്നെയായിരുന്നു എൻ്റെ ഒരു കൺഫ്യൂഷനായിരുന്നു. ഏത് സൈക്കിൾ വാങ്ങിക്കണം, എവിടെ നിന്ന് വാങ്ങിക്കണം, എങ്ങനെയൊക്കെ ഫീച്ചേഴ്സ് ഉള്ള സൈക്കിൾ നമുക്ക് വേണം എന്നുള്ളൊരു ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറേ യൂട്യൂബ് കാര്യങ്ങളൊക്കെ കണ്ട് അവസാനം ഒരു സൈക്കിളിൽ ചെന്നെത്തി. അത് ഫിറ്റ്നസ് ഒക്കെ നോക്കിയിട്ട് ചെറുതായിട്ട് ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ഒന്ന് സൈക്കിൾ ചവിട്ടാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഞാനങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തി. അങ്ങനെ സൈക്കിൾ വാങ്ങിച്ച് കുറച്ച് കാലമായി ഇപ്പോൾ കാലത്ത് അങ്ങനെ സൈക്ലിങ്ങിന് പോകുന്നു. അപ്പോൾ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഏത് സൈക്കിൾ വാങ്ങും, ഏതൊക്കെ ടൈപ്പ് ഓഫ് സൈക്കിൾസ് ഉണ്ട് എന്നുള്ള കൺഫ്യൂഷൻസ് കുറച്ച് പേർക്ക് ഉണ്ടാവും, ചിലവർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒട്ടും അറിയാത്ത കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് എൻ്റെ അറിവിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സൈക്കിൾസ് ഉണ്ടെന്ന് വെച്ചാൽ 2-3 ടൈപ്പ് ഓഫ് സൈക്കിൾസാണ് നമ്മൾ പൊതുവെ ഇവിടെ കാണുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ MTB ബൈക്സ്, അതായത് മൗണ്ടൻ ബൈക്സ് എന്ന് പറയും. അത് പ്രത്യേകിച്ച് ഈ ഓഫ് റോഡ് സൈക്ലിങ്ങിനും ഈ പറഞ്ഞ പോലെ കുറച്ച് ഹില്ലി ടെറൈൻസും റഫ് റോഡ്സിനൊക്കെയാണ് നമ്മൾ MTB ബൈക്സ് യൂസ് ചെയ്യുക. ഓക്കെ, അതായത് ഒരു 3-4 ടൈപ്പ് ഉണ്ട്. അതിപ്പോൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. മൗണ്ടൻ ബൈക്സ് MTB ഉണ്ട്, റോഡ് ബൈക്സ് അത് പേര് പോലെ തന്നെ റോഡിൽ ഓടിക്കാവുന്നത്, പിന്നെ ഉള്ളത് ഹൈബ്രിഡ് ബൈക്സ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റോഡിലും ചെറിയ എന്താ പറയുക കട്ട് റോഡ്സിലും അങ്ങനത്തെ റോഡ്സിലൊക്കെ റഫ് റോഡ്സിലൊക്കെ ഓടിക്കാനുള്ള ബൈക്സാണ് ഹൈബ്രിഡ് ബൈക്സ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സാധാരണ ഫോൾഡിങ് ബൈക്സ് നമ്മളിപ്പോൾ കാണാറുണ്ട്. ഇപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ സൈക്കിള് നമ്മൾ കാറിലോ എന്തിനേലൊക്കെ ഓട്ടോയിലൊക്കെ ഇങ്ങനെ മടക്കി കൊണ്ടുപോകുന്ന സൈക്കിൾസ് ഉണ്ട്, ഫോൾഡിങ്. പിന്നെ അതെല്ലാം ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും കണ്ടുവരുന്നത് മറ്റേ ഇലക്ട്രിക് സൈക്കിൾസ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആളുകൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് സൈക്കിൾസും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ സ്റ്റൺസിനൊക്കെ യൂസ് ചെയ്യുന്ന BMX ബൈക്സ് ഉണ്ട്. അതും അത്യാവശ്യം അത് ചെറിയ ടയറൊക്കെ ആയിരിക്കും, ബ്രേക്സ് ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര എന്താ പറയുക, അഡ്വഞ്ചർ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ബൈക്സാണ്. അത് പിന്നെ പഠിക്കുകയൊക്കെ വേണം അതിൽ എങ്ങനെ സ്റ്റണ്ട് ചെയ്യാന്നൊക്കെ ഉള്ളത്. ഓക്കെ, അതൊന്നും നമ്മുടെ ഇവിടെ അധികം വന്നിട്ടില്ല. അപ്പോൾ മെയിനായിട്ട് ഇവിടെ കണ്ടുവരുന്ന 3 തരം ബൈക്സിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് മൗണ്ടൻ ബൈക്സ്, റോഡ് ബൈക്സ്, ഹൈബ്രിഡ് ബൈക്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൗണ്ടൻ ബൈക്സിൽ കുറിച്ച് പറയുകയാണെങ്കിൽ മൗണ്ടൻ ബൈക്സ് ഈ പറഞ്ഞ പോലെ അതായത് MTB ബൈക്സ് എന്ന് പറയുന്നത് ഓഫ് റോഡിന് പറ്റിയതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹില്ലി ടെറൈൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ റഫ് റോഡൊക്കെ ആണെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബൈക്കാണ്. അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് കണ്ട് അറിയാമെന്ന് വെച്ചാൽ അതിൻ്റെ ടയറൊക്കെ നല്ല വണ്ണമുള്ള ടയറായിരിക്കും, വലിയ ടയേഴ്സ് ആയിരിക്കും, നല്ല റിജിഡായിരിക്കും അതിൻ്റെ ബോഡി ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഷോക്ക് അബ്സോർബറൊക്കെ ആ ബൈക്സിന് ഉണ്ടാവും. പിന്നെ ആ സൈക്കിൾ നമുക്ക് ഗിയർ അല്ലാതെയും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് നമ്മുടെ റോഡ് ബൈക്സ് ഈ പേര് പോലെ തന്നെ നമുക്ക് എസ്പെഷ്യലി അത് റോഡിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം സൈക്കിൾസാണ്. അത് ഞാനിപ്പോൾ ഫോട്ടോ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, ആ റോഡ് ബൈക്സ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് എല്ലാം ഒരുവിധം ഗിയർ സൈക്കിളായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഫ്രെയിമൊക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, നാരോ ആയിരിക്കും, ടയേഴ്സൊക്കെ ഭയങ്കര നാരോ ആയിരിക്കും. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്പീഡിൽ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലായിരിക്കും ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ആ ടൈപ്പ് ഓഫ് റോഡ് ബൈക്സ് ആയിരിക്കും ഉണ്ടാവുക. അത് കൂടുതൽ എയറോ ഡൈനാമിക് പൊസിഷനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ താഴത്തേക്ക് ഹാൻഡിൽ ഇങ്ങനെ വളഞ്ഞ് ഇരിക്കുന്നത്. പിന്നെ ഇത് ഫുള്ള് ഗിയർ സൈക്കിളായിരിക്കും, നല്ല ഹൈ സ്പീഡ്, നല്ല അതായത് ഇപ്പോൾ ചെറിയ കാശ് ഇപ്പോൾ മിനിമം അതിനൊരു 30-35-40 രൂപേൻ്റെ മേലെ നിന്ന് ആണ് അങ്ങനത്തെ സൈക്കിൾസൊക്കെ കിട്ടുക. ഭയങ്കര കുറച്ച് എക്സ്പെൻസീവാണ് ആ ബൈക്സൊക്കെ. പിന്നെ നമ്മുടെ സാധാരണയായിട്ട് ഇവിടെ എല്ലാം കണ്ടുവരുന്ന ഹൈബ്രിഡ് ബൈക്സ് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം റഫ് റോഡ്സ് കൂടെ ഓടിക്കാം, റോട്ടിൽ കൂടെ ഓടിക്കാം, നമ്മുടെ ഫിറ്റ്നസ് പർപ്പസായിട്ട് ഓടിക്കാം, ഡെയിലി കമ്മ്യൂട്ടിനും ഓടിക്കാം, സിറ്റിയിൽ പോകുന്ന ആൾക്കാർക്ക് ഓടിക്കാം. അങ്ങനെ മിക്സഡ് ടെറൈൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്സാണ്. അതിന് ഈ പറഞ്ഞ പോലെ റോഡ് ബൈക്സിനും മൗണ്ടൻ ബൈക്സിൻ്റെയും ടയറിൻ്റെ നടുക്കായിരിക്കും. അതായത് മൗണ്ടൻ ബൈക്സ് നല്ല വണ്ണുള്ള ടയറാണെങ്കിൽ റോഡ് ബൈക്സിന് ഭയങ്കര ചെറിയ ടയർ. അപ്പോൾ ഈ റോഡ് ബൈക്സിനെയും ടയറിനെയും കാട്ടി കുറച്ചുകൂടെ വണ്ണം ഉണ്ടാവും മറ്റേ ഹൈബ്രിഡ് ബൈക്സിൻ്റെ ടയറിന്. അപ്പോൾ ഇതാണ് ഹൈബ്രിഡ് ബൈക്സിൻ്റെ ഒരു എന്താ പറയുക ഡെഫിനേഷൻ. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഗിയർ അല്ലാതെയുള്ള
സൈക്കിൾസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഓഫ് റോഡൊക്കെ ചെറുതായിട്ട് ചെറിയ രീതിയിലൊക്കെ അത് കൊണ്ട് പോകാം. പിന്നെ റോഡ്സ് സാധാരണ റോഡ്സിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലും ചില സൈക്കിൾസിന് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതും നമുക്ക് കിട്ടും. ഇതും അത്യാവശ്യം ഗിയറൊക്കെ ഉള്ള സൈക്കിളൊക്കെയാണ്. നമുക്ക് അത്യാവശ്യം സ്പീഡിലും കാര്യങ്ങളൊക്കെ പോവാം. നമുക്ക് കുറേ എന്താ പറയുക ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാം. അങ്ങനെ അതിനും കൂടെ പറ്റിയ ബൈക്സാണ് ഈ ഹൈബ്രിഡ് ബൈക്സ്. ഈ ഹൈബ്രിഡ് ബൈക്സിലാണ് ഗിയർ ഉള്ളതും ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. ബ്രാൻഡുകൾ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഒരുവിധം എല്ലാ ബൈക്സും നമുക്ക് ബ്രാൻഡഡ് ബൈക്സിൻ്റെ നമുക്ക് ഇത് കിട്ടും. എസ്പെഷ്യലി സിറ്റീസൊക്കെ ആണെങ്കിൽ ഒരുവിധം എല്ലാ ബ്രാൻഡിൻ്റെയും എന്താ പറയുക സൈക്കിൾസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ കടകളെന്ന് പറയുമ്പോൾ സാധാരണ ട്രഡീഷണലായിട്ട് പണ്ട് തൊട്ടേ എന്താ പറയുക സൈക്കിൾ വിറ്റ് നടക്കുന്ന കടകൾ, അങ്ങനത്തെ കടകളിലും കാണാം. പിന്നെ അതല്ല ഇപ്പോൾ ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടാം പ്രാവശ്യം, അതായത് നമ്മുടെ കൊറോണയ്ക്ക് ശേഷമാണ് കുറച്ചുകൂടെ അതൊന്ന് എന്താ പറയുക ഭയങ്കരമായിട്ട് ആളുകൾ വാങ്ങാനൊക്കെ തുടങ്ങിയത്, യൂസ് ചെയ്യാനൊക്കെ തുടങ്ങി. അതുവരെ ഭയങ്കര മാർക്കറ്റ് അങ്ങനെ വലിയ എന്താ പറയുക ബൂമല്ലായിരുന്നു. ഇപ്പോഴാണ് അത് കുറച്ചുകൂടെ ആൾക്കാരൊക്കെ കൂടുതൽ സൈക്കിൾസ് യൂസ് ചെയ്യുന്നത്, ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കാലത്ത് ജോഗിങ്ങിൻ്റെ പകരം സൈക്കിളിൽ പോകുന്ന ട്രാവൽ ചെയ്യുന്ന കുറേ ഗ്രൂപ്പൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പരീക്ഷയൊക്കെയാണ് പിള്ളേരുടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ 2 മാസം കൂടെ കഴിഞ്ഞ് വെച്ചാൽ സ്കൂളൊക്കെ അടയ്ക്കും. പിന്നെ ഫുള്ള് കുട്ടികളെ ഈ പറഞ്ഞ പോലെ സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പറഞ്ഞാൽ ഫുള്ള് കറക്കായിരിക്കും സൈക്കിളിലൊക്കെ. പണ്ട് ഞങ്ങളുടെ കാലമൊക്കെ അങ്ങനെയായിരുന്നു. മറ്റേ സൈക്കിൾ ഓട്ടാൻ അറിയാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ സൈക്കിൾ ഓട്ടാൻ പഠിക്കുന്നൊരു സമയമാണ് മാർച്ച് ഏപ്രിൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വെക്കേഷനൊക്കെ വരികയാണ്. അപ്പോൾ സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ സമയമാണ്. മഴയൊക്കെ ആവുന്നതിന് മുമ്പ് സൈക്കിളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു 2-3 മാസം ചവിട്ടാനുള്ളൊരു ഗ്യാപ്പും കിട്ടും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇപ്പോൾ 3 ടൈപ്പ് ഓഫ് ബൈക്സാണ് സാധാരണയായിട്ട് ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു സൈക്കിൾ വാങ്ങുമ്പോൾ എന്തായാലും ഒരു ഷോപ്പിൽ പോയിട്ട് അവിടുത്തെ ആ സൈക്കിളിൻ്റെ ഫ്രെയിം നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള ഒരു ഫ്രെയിം സൈസ് വേണം സൈക്കിൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ചെറിയ ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചെറിയൊരാൾക്ക് വലിയൊരു സൈക്കിൾ കൊടുത്താൽ എന്താ പറയുക ഡെയിലി അതൊരു കമ്മ്യൂട്ട് ചെയ്യാൻ അത്ര വലിയ സുഖമായിട്ടുള്ളൊരു സംഭവമല്ല. അപ്പോൾ അവരവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള സൈക്കിൾസ് വേണം വാങ്ങാൻ. അത് ഈ പറഞ്ഞ പോലെ സൈക്കിൾ ഷോപ്പിൽ പോയി അവിടെ ടെക്നീഷ്യൻസോ അല്ലെങ്കിൽ എക്സ്പേർട്സ് ഉണ്ടോ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനെ ഒരു സൈക്കിൾ എടുക്കാൻ. പിന്നെ സാധാരണയായിട്ട് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, ഇതിപ്പോൾ ഗിയർ സൈക്കിൾ എടുക്കണോ അതോ ഗിയർ ഇല്ലാത്ത സൈക്കിൾ എടുക്കണോ എന്നുള്ളത്. അപ്പോൾ ഗിയർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഗിയർ സൈക്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചെറിയൊരു അതായത് ഇപ്പോൾ നമുക്ക് അധികം ഓടിക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് കടകളിൽ മാത്രം പോയി വരാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു 5-10 കിലോമീറ്റർ മാത്രം ഓടിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാലത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് സൈക്കിൾ കൊണ്ടുപോകുക, തിരിച്ച് സൈക്കിൾ കൊണ്ടുവരിക. അപ്പോൾ ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രെയിറ്റ് റോഡും സിറ്റി ലൈഫിലും ഒക്കെ താമസിക്കുന്നവർക്ക് ഇപ്പോൾ ഗിയറില്ലാത്ത സൈക്കിളാണെങ്കിലും എന്താ പറയുക ഓക്കെയാണ്. അപ്പോൾ അധികം നമുക്ക് എന്താ പറയുക കൂടുതൽ നമ്മൾ അതിൽ ട്രാവൽ ചെയ്യുന്നില്ലെങ്കിൽ, പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിൽ യൂത്തൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ MTB ബൈക്സ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം അവർ അതിലായിരിക്കും കുറേ ഗുസ്തികളൊക്കെ കാണിക്കുക, സ്റ്റൺസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ അവർക്ക് പറ്റിയ ബൈക്സാണ് MTB ബൈക്സൊക്കെ. അപ്പോൾ അതിപ്പോൾ ഏത് ടെറൈനിലാണെങ്കിലും അവർക്ക് അത്യാവശ്യം ഈ ഹൈ റേഞ്ചിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ഗിയറുള്ള സൈക്കിൾ, അതായത് ഇപ്പോൾ ഈ MTBയിലും ഹൈബ്രിഡ് ബൈക്സിലൊക്കെ ഗിയറുള്ളത് കിട്ടും. അപ്പോൾ സാധാരണ അധികം ബ്രാൻഡഡ് അല്ലാത്ത സൈക്കിൾസൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഒരു കുറഞ്ഞ റേറ്റിനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 10-15 രൂപയെന്നൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഗിയർ എത്രത്തോളം കംഫർട്ടാണെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. കാരണം അത്യാവശ്യം കാശൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ഗിയർ സിസ്റ്റമൊക്കെ ഉള്ള സൈക്കിൾസിന് എന്ന് വെച്ചാൽ മിനിമം ഒരു 25-26 ആ റേഞ്ചിൽ നിന്ന് മേലോട്ട് പോയാലാണ് അത്യാവശ്യം നല്ല സ്മൂത്ത് ഗിയറും കാര്യങ്ങളൊക്കെ ഉള്ള സൈക്കിൾസ് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഗിയർ ഇല്ലാത്ത സൈക്കിൾസൊക്കെ ആണെങ്കിൽ യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ MTB ബൈക്സൊക്കെയാണ് അടിപൊളിയാണ്. ഷോക്കൊക്കെയുള്ള നല്ല കളർഫുൾ ബൈക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതിപ്പോൾ എടുക്കുമ്പോൾ എന്തായാലും അതായത് ഫ്രെയിം സൈസ് നോക്കിയിട്ട് ഒരാളുടെ ഹൈറ്റൊക്കെ അനുസരിച്ചിട്ട് ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ അവിടുത്തെ കടയിൽ ഇപ്പോൾ എക്സ്പേർട്സിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കണം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാവരും സാധാരണ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, നമ്മൾ ഡെക്കാത്തലോണിൽ പോയാൽ അവിടെ നമുക്ക് കുറേ എക്സ്പേർട്സ് ഉണ്ട്, അവരുടെ അടുത്ത് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഡെക്കാത്തലോണിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡെക്കാത്തലോൺ തന്നെ എടുക്കാം. ഡെക്കാത്തലോണിൽ നമുക്ക് ഇഷ്ടംപോലെ സൈക്കിൾസ് ചീപ്പ് റേറ്റിൽ, അതായത് അവിടെ സ്റ്റാർട്ടിങ് സൈക്കിൾ ഗിയർ ഇല്ലാത്ത സൈക്കിൾ 6,000-7,000 രൂപേൻ്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ 7 ഗിയേഴ്സ് ഉള്ള സൈക്കിൾ അവിടെ ഏകദേശം 10,000 രൂപേൻ്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യും. 7 ഗിയർ അത്യാവശ്യം അതൊക്കെ ചെറിയ റൈഡ് കാര്യങ്ങളും അതായത് ലോങ് റൈഡൊന്നും പോകാത്ത ആൾക്കാർക്കൊക്കെ
അങ്ങനത്തെ സൈക്കിളും ഓക്കെയാണ്. അപ്പോൾ ഡെക്കാത്ത്ലൻ്റെ വേറൊരു പ്ലസ് പോയിൻ്റ് കൂടെ ഉണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, സൈക്കിൾ ഇപ്പോൾ നമ്മളിപ്പോൾ 6000 രൂപ കൊടുത്തിട്ട് ഒരു ബേസിക് സൈക്കിൾ എടുത്ത് ഒരു 5-8 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കത് എന്താ പറയുക ഗിയർ സൈക്കിളിലോട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഡെക്കാത്ത്ലോണിൻ്റെ സൈക്കിൾ തന്നെയാണെങ്കിൽ നമുക്ക് ഡെക്കാത്ത്ലോണിൽ പോയിട്ട് ഈ സൈക്കിൾ കൊടുത്തിട്ട് നമുക്ക് പുതിയ സൈക്കിൾ വേണം. അവർ ചെറിയൊരു എമൗണ്ട്, പഴയ സൈക്കിളിന് ചെറിയൊരു എമൗണ്ട് അവർ വിലയിരുത്തിയിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് പേ ചെയ്താൽ മതി. ഇപ്പോൾ സാധാരണ ട്രഡീഷണൽ സൈക്കിൾസും അല്ലെങ്കിൽ വേറെ ഉള്ള പുറത്തുള്ള ഷോപ്പ്സൊക്കെ എന്താ ഈ ഒരു നെഗറ്റീവ് പോയിൻ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു പുറത്തെ ട്രഡീഷണൽ ഷോപ്പിൽ നിന്ന് വെച്ചാൽ സാധാരണ പണ്ടോട്ടേ സൈക്കിൾ വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് പോയിട്ട് ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചേട്ടാ ഈ സൈക്കിൾ വേണ്ട, നമുക്ക് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞാൻ വേറൊരു സൈക്കിൾ ഗിയറുള്ള സൈക്കിൾ എടുക്കാമെന്ന് വെച്ചാൽ മോസ്റ്റ്ലി അത് പോസിബിൾ അല്ല. ഒരുവിധം ഏത് കടക്കാരും അങ്ങനെ ഈ പറഞ്ഞ പോലെ, അതായത് വളരെ ചീപ്പ്, ഒന്നില്ലെങ്കിൽ അഥവാ എക്സ്ചേഞ്ച് എടുക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ട് 2000 രൂപയോ അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളൊരു 10-15 കൊടുത്തിട്ട് ഒരു നോൺ ഗിയർ സൈക്കിളൊക്കെ വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഒരു ബേസിക് സൈക്കിൾ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കധികം റേറ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഡെക്കാത്ത്ലാണെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് എക്സ്ചേഞ്ച് ഉള്ളൊരു പരിപാടി എപ്പോഴും അവൈലബിൾ ആണ്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വാങ്ങിച്ച സൈക്കിൾ ഉണ്ടാവും. പക്ഷേ ഒരു ഇതെന്ന് വെച്ചാൽ ഡെക്കാത്ത്ലോണിൻ്റെ സൈക്കിൾ തന്നെ ആയിരിക്കണം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ക്രൈറ്റീരിയ കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗിയർ സൈക്കിൾ വേണോ നോൺ ഗിയർ സൈക്കിൾ വേണോ എന്നുള്ള. ഗിയർ സൈക്കിളാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് അതായത് ഡെയിലി ഒരു അധികം ഒരു 25, 30, 40, 50 കിലോമീറ്ററൊക്കെ ഡെയിലി ഒരു എക്സസൈസോ ഫിറ്റ്നസ്സോ അല്ലെങ്കിൽ ഒരു ഹോബീൻ്റെ ഒരു മോഡിൽ നമ്മൾ ഡെയിലി ചവിട്ടും എന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ടൈപ്പ് ഓഫ് സൈക്കിൾസ്, ഗിയർ സൈക്കിൾസ് വാങ്ങിയാൽ മതിയാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു നോൺ ഗിയർ സൈക്കിളാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കാലത്ത് ഓഫീസിൽ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ്, അതായത് ഇത്തിരി നേരത്തെ എണീറ്റ് ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 15 കിലോമീറ്റർ നമുക്ക് സൈക്കിൾ ചവിട്ടാന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ ആദ്യം നോൺ ഗിയർ സൈക്കിൾ വാങ്ങിച്ചത്. ഓക്കെ, പക്ഷേ നമ്മുടെ ഈ ടെറൈൻസ്, ഇപ്പോൾ ഇത് നമ്മുടെ ടെറൈൻസ് നമുക്ക് ഡിപ്പെൻഡാണ്. അതായത് ഒരു ഹില്ലി അല്ലെങ്കിൽ മൗണ്ടൻ ഉള്ള ഒരു ഹൈ റേഞ്ച് ഉള്ള ഏരിയയൊക്കെ ആണെങ്കിൽ എന്തായാലും ഗിയർ സൈക്കിൾ വാങ്ങിച്ചേ പറ്റും. കാരണം അവിടെ നമുക്ക് സാധാരണ ഗിയർലെസ് സൈക്കിൾസ് നമുക്ക് ചവിട്ടിയാൽ നമുക്ക് നീങ്ങത്തേ ഇല്ല. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഗിയർ സൈക്കിൾ വാങ്ങണം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു എന്താ പറയുക മെയിൻ പ്രശ്നം അല്ലെങ്കിൽ മെയിൻ ഡിഫറൻസോ അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗിയർലെസ് സൈക്കിൾസിന്, ഗിയറില്ലാത്ത സൈക്കിളിന് മെയിൻ്റനൻസ് ഭയങ്കര കുറവായിരിക്കും. മറ്റേതിന് ഗിയറുള്ള സൈക്കിളിന് മെയിൻ്റനൻസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ അത് അത്യാവശ്യം റഫായിട്ടൊന്നും അങ്ങനെ ഓടിക്കാൻ പറ്റില്ല. ഗിയർ ഉള്ളത് എന്ന് വെച്ചാൽ അതിന് മെയിൻ്റനൻസ് വരാവുന്നത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ ആ ഗിയർ സിസ്റ്റമൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്കത് ഗിയർ സൈക്കിൾ ഓടിക്കാൻ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പ്രത്യേകിച്ച് ഗിയർ സൈക്കിൾസിൻ്റെ ഒരു ഈ പറഞ്ഞ എന്താ പറയുക പ്ലസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ടെറൈനിൽ നമുക്ക് ഓടിക്കാം. ഹൈ റഫ് റോഡ്സ് ഓടിക്കാം. മിക്സഡ് സർഫേസ് എന്ന് വെച്ചാൽ ഹൈ ടെറൈൻസോ ഹിൽ ഏരിയയിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സൈക്കിൾ ഓടിക്കാം. പിന്നെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പതുക്കെ പോകാം, നല്ല സ്പീഡിൽ വേണമെങ്കിലും പോകാം. സ്ട്രെയിറ്റ് റോഡൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാം. അത്യാവശ്യം വലിയ വീക്കെൻഡ്സിലൊക്കെ ഒരു റൈഡൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 50 കിലോമീറ്റർ സ്ട്രെച്ച് റൈഡൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഈ പറഞ്ഞ പോലെ നിസ്സാരമായിട്ട് നമുക്ക് ഗിയർ സൈക്കിളിൽ പറ്റും. എന്ന് വെച്ചാൽ ഇന്ന് സൈക്കിൾ വാങ്ങിച്ച് നാളെ തന്നെ 50 കിലോമീറ്റർ ചവിട്ടാം അങ്ങനെ പറ്റില്ല. അതൊന്ന് ഒരു ലെവലാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് കുറച്ച് ദിവസം ഒരു ഷോർട്ട് ഡിസ്റ്റൻസൊക്കെ കവർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആദ്യം കുറച്ച് ഈ പറഞ്ഞ പോലെ ബാക്ക് പെയിനും തൈസിന് പെയിനും കൈയും കാലൊക്കെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫസ്റ്റായിട്ട് സൈക്കിൾ ഓടിക്കാതെ ഓടിച്ചാടി പോയി ഓടിക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമ്മൾ ഓടിച്ച് സെറ്റായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ കിലോമീറ്റർ, ഇപ്പോൾ ആദ്യം 5 കിലോമീറ്റർ ഓടിക്കുക, 10 കിലോമീറ്റർ ഓടിക്കുക, പിന്നെ അങ്ങനെ കുറേശ്ശെ കൂട്ടിയിട്ട് വേണം ഒരു ലോങ് ട്രിപ്പിന് അങ്ങനെയൊക്കെ പോയി 50 കിലോമീറ്റർ 100 കിലോമീറ്റർ ഒക്കെ പോകണമെങ്കിൽ. അപ്പോൾ ആ 100 കിലോമീറ്റർ പോകുമ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ട് ലോങ് ട്രിപ്പിനൊക്കെ പോകണം. അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം പറയാം. അപ്പോൾ ഇതാണ് ഗിയർ സൈക്കിളിൻ്റെ ഉള്ള പ്ലസ് പോയിൻറ്റ്സ്. നമുക്ക് ലോങ് റോഡ്സും കാര്യങ്ങളൊക്കെ ലോങ് റൈഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നുള്ളൊരു ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഗിയർ സൈക്കിൾ വാങ്ങണമെങ്കിൽ നല്ല അത്യാവശ്യം കാശുണ്ട്. അപ്പോൾ ചെറിയ കാശ് കൊടുത്തിട്ട് ഒരു ഗിയർ സൈക്കിൾ വാങ്ങിച്ചു പറഞ്ഞാൽ മെയിൻ്റനൻസ് അതിനനുസരിച്ച് വരും. അതും കൂടെ നമ്മൾ വേറെ ഉള്ളൊരു മാനസികാവസ്ഥ ആവണം ഒരു സൈക്കിൾ വാങ്ങാൻ പോകുമ്പോൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം നമുക്കൊരു സൈക്കിൾ വാങ്ങിക്കാൻ. പിന്നെ ഗിയർ സിസ്റ്റം എന്തായാലും അതിൽ പഠിക്കണം. എന്നാലാണ് അത് കുറച്ചുകൂടെ എന്താ പറയുക നന്നായിട്ട് ഗിയർ നമ്മളിട്ട് മെയിൻ്റനൻസ് നമുക്ക് കുറച്ച് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നോൺ ഗിയർ സൈക്കിളാണെങ്കിൽ ഈ പറഞ്ഞ സാധാരണ റോഡിലും സിറ്റീസിലും നിരപ്പായ റോഡിലൊക്കെ നമുക്ക് സുഖമായിട്ട് പോകാം.
കടയ്ക്ക് പോകാൻ ആവശ്യത്തിന് ഒരു സൈക്കിൾ വാങ്ങിച്ച് കടയിലൊക്കെ പോവാം. അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു നോൺ ഗിയർ സൈക്കിൾ സാധാരണ റോഡുകളിലൊക്കെയുള്ള സാധാരണ വീടുകളൊക്കെ ആണെങ്കിൽ, അതായത് റോഡ്സൊക്കെ നോർമൽ റോഡ്സ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഹൈബ്രിഡ് നോൺ ഗിയർ സൈക്കിൾ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ MTVൻ്റെ നോൺ ഗിയർ സൈക്കിൾ വാങ്ങിക്കാം. അപ്പോൾ അതായത് ടയർ വണ്ണം കൂടുന്നതോടും ഇച്ചിരി ഒരു ചെറിയ ഗിയർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചവിട്ടാൻ എന്താ പറയുക പ്രയാസമില്ല, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെഡൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗിയർലെസ് സൈക്കിളിന് ഈ പറഞ്ഞ മെയിൻ എന്താ പറയുക പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പ് മെയിൻ്റനൻസ് ആണ്. എന്ന് വെച്ചാൽ അതിലത്തെ ഇപ്പോൾ ഏത് സാധനങ്ങൾ മാറ്റുകയാണെങ്കിലും വളരെ ചെറിയ കാശേ ഉണ്ടാവുള്ളൂ. നമുക്ക് തൊട്ടടുത്ത് ഏത് കടയിലും കൊണ്ടുപോയിട്ട് നമുക്കത് മാറ്റി എടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു ചെറിയ ഡിഫക്റ്റൊക്കെ വന്നാലും തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഗിയർ ഇല്ലാത്ത സൈക്കിളിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്ലസ് പോയിൻ്റ്. സിംഗിൾ സ്പീഡ് നമുക്ക് അധികം കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഇഷ്ടംപോലെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സിംഗിൾ സ്പീഡ് ഗിയറിൽ നമ്മൾ ഈ പറഞ്ഞ 50, 100, 150 അല്ലെങ്കിൽ ഇവിടെ നിന്ന് കാശ്മീർ വരെ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ പോയ ആളുകൾ വരെ ഉണ്ട് നോൺ ഗിയർ സൈക്കിളിലൊക്കെ. അതൊക്കെ എന്ന് വെച്ചാൽ ടൈം എടുത്ത് പതുക്കെ എന്താ പറയുക പതുക്കെ ചവിട്ടി അങ്ങനെ പോവാം. പക്ഷേ ഈ പറഞ്ഞ ഹില്ലി ഏരിയയിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഇറങ്ങി തള്ളു തന്നെ വേണം നമുക്ക്. അതായത് ചവിട്ടി കയറ്റാൻ പറ്റാത്ത ഹൈറ്റൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതലായിട്ട് പ്രഷർ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആയാസപ്പെടേണ്ടി വരും, അതായത് നോൺ ഗിയർ സൈക്കിളാണെങ്കിൽ. അപ്പോൾ അതാ പറഞ്ഞത്, സൈക്കിള് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ പരിസരമൊക്കെ എങ്ങനെയാണ്, നമ്മൾ എങ്ങനത്തെ റോഡാണ് നമ്മൾ ഈ യൂസ് ചെയ്യാൻ പോകുന്നത്, ഡെയിലി പോവോ, എന്താണ് നമ്മുടെ പർപ്പസ് എന്ന് എന്താ പറയുക മനസ്സിലാക്കി കുറച്ച് തിങ്ക് ചെയ്ത് കുറേ വീഡിയോസൊക്കെ കണ്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സൈക്കിൾ വാങ്ങണമെന്ന് എന്താ പറയുക പെട്ടെന്ന് സൈക്കിൾ വാങ്ങാൻ പുതിയതായിട്ട് അങ്ങനെ ഓടിപ്പോയി സൈക്കിൾ വാങ്ങണ്ട. അപ്പോൾ അങ്ങനെ പോയെന്ന് വെച്ചാൽ ചിലപ്പോൾ 2 ദിവസം 4 ദിവസം ചവിട്ടും, പിന്നെ അത് അവിടെ തന്നെ വയ്ക്കുക. അപ്പോൾ അതാ പറഞ്ഞാൽ കുറച്ചുകൂടെ ക്രേസും കുറച്ചുകൂടെ ഫിറ്റ്നസ് മൈൻഡൊക്കെ ആണെങ്കിൽ നമ്മൾ പതുക്കെ ശരി ഡെയിലി കുറേശ്ശെ കിലോമീറ്റർ നമുക്ക് ചവിട്ടാമെന്നുള്ളതുണ്ടെങ്കിൽ, പിന്നെ ഈ പറഞ്ഞ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന യങ്സ്റ്റേഴ്സിനും കാര്യങ്ങൾ അവർക്കൊക്കെ സൈക്കിൾ വാങ്ങിക്കുക. അവർക്കൊക്കെ സൈക്കിൾ വാങ്ങിക്കുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് സാറ്റർഡേ സൺഡേസൊക്കെ ഈ പറഞ്ഞ പോലെ ട്രിപ്പ് സ്കൂളിൽ അടിക്കാൻ പോകണം. അപ്പോൾ വേണമെങ്കിൽ ചെറിയ ട്രിപ്പൊക്കെ സൈക്കിളിലൊക്കെ എന്താ പറയുക പോകാൻ നല്ല രസമാണ്. അപ്പോൾ എല്ലാ ഗ്രൂപ്പായിട്ട് ഒരു സൈക്ലിങ്ങിന് പോകണതൊക്കെ അത് അത്യാവശ്യം നല്ല ഫിറ്റ്നസ്സും കൂടെയാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് സൈക്കിളിൻ്റെ ഓരോരോ സൈക്കിൾ വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്നത്, എങ്ങനെ സൈക്കിൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കുറച്ച് പ്ലാൻസ്, അതായത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഫിറ്റ്നസ് ആണോ അതോ ചുമ്മാ വെറുതെ ഹോബിക്ക് വാങ്ങണതാണോ എന്നാണ്, അങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയ ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. സിറ്റി റൈഡിലാണോ, ഫ്ലാറ്റ് ടെറൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോ മെയിൻ്റനൻസ് ഉള്ള ബൈക്ക് വേണം എന്നുണ്ടെങ്കിൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്ക് വേണം എന്നാണ് ഉണ്ടെങ്കിൽ നമുക്കൊരു നോൺ ഗിയർ സൈക്കിൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതിപ്പോൾ MTVയിലും ഉണ്ട്, ഹൈബ്രിഡിലൊക്കെ ഉണ്ട്. നമുക്കൊരു നോൺ ഗിയർ ആയിട്ടുള്ളൊരു സൈക്കിൾ നമുക്ക് വാങ്ങിക്കാം. ഇനി അതല്ല ഭയങ്കരമായിട്ട് റൈഡ് ചെയ്യും, ഭയങ്കര ഹില്ലി ഏരിയ ആണ്, എന്താ പറയുക ഞാൻ കുറേ ദൂരം റൈഡ് ചെയ്യും, ഒരു ദിവസം തന്നെ കുറേ ദൂരം റൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗിയർ സൈക്കിളായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഗിയർ സൈക്കിളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളത് കുറേ നല്ല ബ്രാൻഡ്സ് ഉണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ പ്രീമിയം ബ്രാൻഡ്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. 50, 60, 70, 80 ഒന്നിൻ്റെ മേലേക്ക് വരുന്ന സൈക്കിൾസ് ഉണ്ട്. അതല്ല അതിലും സബ് പ്രീമിയം ബ്രാൻഡ്സ് എന്ന് പറയുമ്പോൾ അതിലും താഴെ ഒരു 40, 50ൻ്റെ താഴെ വരുന്ന കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ അതാ മിനിമം ഒരു 20, 25 രൂപയെങ്കിലും വേണം ഈ പറഞ്ഞ പോലെ ഒരു ഗിയർ സൈക്കിൾ വാങ്ങിക്കണമെങ്കിൽ. എന്ന് വെച്ചാൽ മോണ്ടറോ അല്ലെങ്കിൽ ഫയർഫോക്സ് അങ്ങനത്തെ കുറച്ച് സൈക്കിൾസ് ഉണ്ട്, ഗിയർ സൈക്കിൾസ്, കുറച്ചുകൂടെ സ്മൂത്ത് ഗിയറുള്ള സൈക്കിൾസ്. അത് കുറച്ച് റിവ്യൂസൊക്കെ നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചാൽ മതി. അത് സൈക്കിൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഓടിച്ചാടി പോയി വാങ്ങിക്കണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് ഡെക്കാത്ലോൺ സൈക്കിൾസ് ഉണ്ടെങ്കിൽ അവിടെ പോവുക, ട്രയൽ ചെയ്യുക, അവിടെ പോയി ജസ്റ്റ് ടെസ്റ്റ് എന്താ പറയുക റൈഡൊക്കെ ചെയ്യാം. അവിടെയാണ് തോന്നുന്നത് കുറച്ചുകൂടെ ചീപ്പസ്റ്റ് അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ഉള്ള ഈ പറഞ്ഞ പോലെ അവർ എന്താ പറയുക ലൈഫ് ലോങ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അവരുടെ സൈക്കിൾസും കുറച്ചുകൂടെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യുക, എങ്ങനെയുണ്ട് എന്നൊക്കെ അവിടെ പോയി നോക്കുക. ഗിയർ സൈക്കിൾ ഓടിക്കുക, ഗിയർ ഇല്ലാത്ത സൈക്കിൾ ഓടിക്കുക, അങ്ങനെ. അപ്പോൾ കുറച്ച് ദിവസം 1-2 ദിവസമൊക്കെ പോയി നോക്കി അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ശേഷം ഓക്കെ ഞാൻ ഏത് ടൈപ്പ് ഓഫ് സൈക്കിളാണ് വാങ്ങേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു സൈക്കിൾ വാങ്ങാം. അപ്പോൾ അതായത് പെട്ടെന്ന് പോയി ഓടിച്ചാടി ഒരു സൈക്കിൾ എടുക്കണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ കുട്ടികൾക്കും ഈ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിൽ അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ സൈക്കിൾ വാങ്ങാം. കാരണം സൈക്കിൾ വാങ്ങിച്ചാൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ വാങ്ങാൻ പോകുമ്പോൾ എന്ത് സൈക്കിൾ വാങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വയം ഒന്ന് വിലയിരുത്തിയ ശേഷം നമുക്ക് സൈക്കിൾ വാങ്ങാവുന്നതാണ്.
അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ടാകും എന്തൊക്കെ ചെക്ക് ലിസ്റ്റാണ് വെക്കേണ്ടത്, സൈക്കിൾ വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെക്കാത്ലണിൽ പോയാൽ ഏകദേശം കുറേ സൈക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് എന്താ പറയുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവിടെ പോയാൽ നമുക്ക് കാണാം ഇഷ്ടംപോലെ സൈക്കിൾസ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ട്രയൽ റണ്ണൊക്കെ നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അവരുടെ ഒരു മെയിൻ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗിയർലെസ് സൈക്കിൾ വാങ്ങിച്ചിട്ട് പിന്നീട് അത് ഗിയറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സൈക്കിൾ അവിടെ തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ നമുക്ക് OLX എടുത്ത് വിൽക്കുകയോ ചെയ്യാം കേട്ടോ. OLX എടുത്താൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് നല്ല പ്രൈസ് കിട്ടും. അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും സൈക്കിൾ ഓട്ടാൻ പ്ലാനാണെങ്കിൽ അവർക്ക് നമുക്ക് സൈക്കിൾ വെറുതെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെറുതെ കൊടുക്കുകയും ചെയ്യാം അറ്റ്ലീസ്റ്റ് അങ്ങനെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതാ പറഞ്ഞത് സൈക്കിൾ വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെ വേണം, എന്താണ് എൻ്റെ പർപ്പസ്, എന്തിനുള്ളതാണ് എൻ്റെ പർപ്പസ്, അതായത് ഫസ്റ്റ് പർപ്പസ് എന്താണ് പർപ്പസ് എന്നുള്ളത് കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്തിനാണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു സൈക്കിൾ വാങ്ങിക്കുക. പിന്നെ വാങ്ങിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രെയിം സൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രെയിം സൈസ് ഇതിൽ ഓരോ സൈക്കിളിനും ഈ പറഞ്ഞ പോലെ സ്മോൾ, മീഡിയം, ലാർജ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് വേണം ഫ്രെയിം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡെക്കാത്ലോണോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള കടയിലോ എക്സ്പേർട്സിനടുത്ത് ചോദിക്കുക, നമ്മുടെ ഹൈറ്റ് എത്രയും മനസ്സിലാക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഫ്രെയിം സൈസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫ്രെയിം സൈസ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു സൈക്കിൾ വാങ്ങിച്ചാലും അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ കറക്റ്റ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ അതിൻ്റെ പെഡലിങ് എങ്ങനെ ചവിട്ടാൻ, ഏത് പൊസിഷൻ, എങ്ങനെ ഇരിക്കാം എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ എക്സ്പേർട്സിനടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം സൈക്കിൾ ഓടിക്കാൻ. അതല്ല ജസ്റ്റ് കാഷ്വൽ വെറുതെ നമ്മൾ വീടിൻ്റെ അടുത്ത് പോകാനോ അങ്ങനത്തെ കുറച്ച് റഫായിട്ട് ചെറിയ കുഞ്ഞു യൂസിനൊക്കെ ആണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ വീടിൻ്റെ അടുത്തുള്ള സൈക്കിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് അത്യാവശ്യം ഫ്രെയിം സൈസ് എന്തായാലും നോക്കണം. ഫ്രെയിം സൈസ് നോക്കിയിട്ട് നിങ്ങളൊരു സൈക്കിൾ വാങ്ങിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് അതായത് സൈക്കിൾ വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് ഉള്ള വീഡിയോ ആണ് എസ്പെഷ്യലി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരെല്ലാവർക്കും നമസ്കാരമുണ്ട്. ബൈ ബൈ, ഹാവ് എ ഗുഡ് ഡേ.